നടുവിന് നല്ല പെയിനാണ്. പെയിൻ കൂടുമ്പോൾ നമ്മൾ ഫ്രസ്ട്രേറ്റഡോ ഇറിറ്റേറ്റഡോ എൻ്റെ ചുറ്റുള്ളവരുടെ സന്തോഷത്തെ കൂടി ബാധിച്ചു തുടങ്ങിയപ്പോഴാണ് എൻ്റെ കൊളീഗിൻ്റെ അപ്പ ഡോക്ടർ അശ്വിൻ ശങ്കർ IREC ബാക്ക് പെയിൻ ക്ലിനിക്കിനെ പറ്റി എന്നോട് പറയുന്നത്. നടുവേദനയുമായി സ്ഥിരമായി വരുന്നത് പ്രധാനമായും IT പ്രൊഫഷണൽസ്, പിന്നെ വീട്ടമ്മമാർ. കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുക, അതുപോലെ അലക്ഷ്യമായി ഭാരം കൈകാര്യം ചെയ്യുക, ഇതെല്ലാം തന്നെ ഈ കാറ്റഗറിയിലുള്ള എല്ലാവർക്കും നടുവേദനയ്ക്ക് കാരണമായി മാറുന്നുണ്ട്. നടുവേദന ഇപ്പം എൻ്റെ ചിന്തയിൽ പോലും ഇല്ല. സത്യത്തിൽ എൻ്റെ സന്തോഷം കൂടിയാണ് ഇവർ തിരിച്ചു തന്നത്. കരുവേലിപ്പടി സർക്കാർ ആശുപത്രിയിൽ തെരുവുനായ ശല്യം രൂക്ഷം. പ്രതിഷേധവുമായി കോൺഗ്രസ് പ്രവർത്തകർ. കരുവേലിപ്പടി സർക്കാർ ആശുപത്രിയിൽ തെരുവുനായ ശല്യം രൂക്ഷമായി. 20ഓളം വരുന്ന തെരുവുനായ്ക്കളാണ് ആശുപത്രിയിലെ കോമ്പൗണ്ട് വാളിനകത്ത് തമ്പടിച്ചിരിക്കുന്നത്. ഇത് ആശുപത്രിയിലെത്തുന്ന രോഗികൾക്കും സന്ദർശകർക്കും ഏറെ വിനയായി മാറുകയാണ്. കഴിഞ്ഞ ദിവസം ആശുപത്രിയിലെ ഒരു രോഗിയെ 10ഓളം വരുന്ന തെരുവുനായ്ക്കൾ ആക്രമിക്കാൻ ശ്രമിച്ചു. തലനാരിയേക്കാണ് കടിയേൽക്കാതെ രക്ഷപ്പെട്ടത്. നേരത്തെ ജീവനക്കാർക്കും തെരുവുനായയിൽ നിന്ന് ആക്രമണമുണ്ടായിരുന്നു. നഗരസഭയുടെ നേതൃത്വത്തിലാണ് തെരുവുനായ്ക്കളുടെ ശല്യം ഒഴിവാക്കേണ്ടത്. എന്നാൽ ഇത് നടപ്പാക്കാത്തതാണ് ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്ക് കാരണം. ആശുപത്രിക്കകത്തെ തെരുവുനായ് ശല്യം ഒഴിവാക്കുവാൻ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധവുമായി ആശുപത്രിയിലെത്തി. കൗൺസിലർ കവിത ഹരികുമാറിന്റെ നേതൃത്വത്തിലാണ് പ്രവർത്തകർ ആശുപത്രി സൂപ്രണ്ടിനെ കണ്ടത്. ഇവിടെ വന്ന് അവർക്ക് ചുമയും കഫക്കെട്ടുമായിട്ടാണ് വന്നത്. പക്ഷെ വന്നു കഴിഞ്ഞാൽ അവനക്ക് ഇഞ്ചക്ഷൻ ചെയ്തപ്പോൾ കുറവുണ്ട്. അവനെ കെടുത്തേക്കണ ആ വാർഡിൻ്റെ വാതിക്കെ നിൽക്കണമായിരുന്നു. ഒരു 10 പട്ടിയോളം വന്നിട്ട് അവനെ ആക്രമിക്കുകയാണ് ചെയ്തത്. അവൻ പട്ടി വന്ന് അവൻ്റെ മേത്ത് കയറി ഇങ്ങനെ അവൻ്റെ ബനിയത്തിനാണ് പിടുത്തം കിട്ടിയത്. അവൻ മലർന്ന് വീണ് പോയിട്ട് അവൻ്റെ തലക്ക് പരിക്കേറ്റി. ഇവർ സിസ്റ്റർമാർ അവനെ പൊക്കിയെടുത്ത് തടയുകയും മരുന്നൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ടാണ് ഇവിടുത്തെ സൂപ്രണ്ടിനോട് പറയാമെന്ന് പറഞ്ഞിട്ട് ഇന്ന് 3 ദിവസമായിട്ടും ഈ സൂപ്രണ്ടിൻ്റെ ഭാഗത്ത് നിന്നിട്ട് അവനൊന്ന് അന്വേഷിക്കുകയോ അവനൊന്ന് പരിചരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. എന്നിട്ട് ഇന്നലെ എക്സ്റേ എടുക്കാൻ കൊടുത്തപ്പോൾ എക്സ്റേ എടുക്കാൻ ചെന്നപ്പോൾ പറഞ്ഞ് 400 രൂപ കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞ് ഞാൻ 400 രൂപ തരൂല, ഞാൻ ആൾക്കാരോടൊക്കെ സംസാരിച്ചിട്ടുണ്ട്, അവർ വന്ന് കഴിയാണ്ട് ഞാൻ ഇതിന് ഒരു തീരുമാനം എടുക്കുകയില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ സിസ്റ്റർമാർ ഈ മേഡത്തിനെ വിളിച്ച് പറഞ്ഞ പ്രകാരം ഇവനെ വന്നിട്ട് അവർ വീൽചെയറിലെടുത്തി കൊണ്ടുപോയി എക്സ്റേ എടുത്തതിന് കാശ് മേടിച്ചില്ല. ഇവിടെ ഈ ഹോസ്പിറ്റലിൽ ഇതിക്ക് മുമ്പും പല സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇവിടുത്തെ സ്റ്റാഫിനെ 31-ാം തീയതിയാണ് ഞാൻ വന്നത്. 31-ാം തീയതി വന്നു കഴിഞ്ഞപ്പോൾ ഞാനൊരു പണി ചെയ്ത് എനിക്ക് രാവിലെ എണീച്ചപ്പോൾ എനിക്ക് നടക്കാനുള്ളൊരു ഇതുണ്ടായിരുന്നേ. രാവിലെ എണീച്ച് നടക്കുന്നൊരു ഇതുണ്ട്. അപ്പം ഞാൻ ഈ കോമ്പൗണ്ടിൻ്റെ അകത്ത് തന്നെ ജസ്റ്റ് ഒന്ന് ഇറങ്ങിയതാണ്. ഇറങ്ങിയപ്പോൾ തന്നെ ഇവിടെ ഒരുപാട് പട്ടികളുണ്ടായിരുന്നു. കുറച്ചിട്ട് എൻ്റെ സൈഡിൽ കൂടെ പിന്നെ കുറച്ചും കൂടി ഫ്രണ്ടിലേക്ക് നടക്കുമ്പോൾ ഒരു 10 പട്ടികളും ഉണ്ട്. 10 പട്ടി എന്ന് പറഞ്ഞാൽ ഒഴുകിന്ന് ഞാൻ എണ്ണയും ചെയ്തിരിക്കും. ഓടി അങ്ങോട്ട് മാറി കഴിഞ്ഞപ്പോൾ ഈ സാധനം നേരെ എൻ്റെ അടുത്തേക്ക് വരണമെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ എന്തോ ഒരു സാധനമൊക്കെ എടുത്തിട്ട് വലിച്ചെറിഞ്ഞപ്പോൾ നിങ്ങൾ അങ്ങോട്ട് ഓടിക്കഴിഞ്ഞിട്ട് ഞാനിത് ഇങ്ങനെ കിതച്ച് നിൽക്കണതാണ്. പിന്നെ എൻ്റെ കൈക്ക് പാടില്ലാത്തതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ എനിക്ക് പ്രഷർ കൂടുതലുള്ള ആളാണ്. പെട്ടെന്ന് ഇങ്ങനെ ഡൗൺ ആയിട്ട് നിന്നു. അപ്പോൾ തന്നെ വീണ്ടും അത് ഓടി ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞിട്ട് നേരെ ഞാൻ ബാക്കിലേക്ക് ഇങ്ങനെ വീണ് കഴിഞ്ഞിട്ട് അവിടെ കിടന്ന് എന്തൊക്കെ എടുത്ത് ഞാൻ വലിച്ചെറിയുന്നുണ്ട്. പിന്നെ ഒരു കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ചെരുപ്പ് പട്ടി വലിച്ചു പറിച്ച് കൊണ്ടുപോകണം. പിന്നെ ഞാൻ എണീച്ച് പിന്നെ എതിർത്ത്. അത് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമാണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് കിട്ടിയത്. അത് കഴിഞ്ഞ് ഞാൻ തിരിച്ച് നടക്കുമ്പോഴേട്ട് ബേക്കിൽ നിന്നൊരു പട്ടി തിരിഞ്ഞ് നോക്കുമ്പോഴാണ് പട്ടിനെ കാണാം. അത് ഓടി വന്നിട്ട് എൻ്റെ ഈ ഷോളിൻ്റെ രീതിയിൽ കയറിയാണ് ഞാൻ പെട്ടത് വലിച്ച്. അപ്പം ഞാൻ എന്തോ ഒരു ഇത് കൊണ്ടിട്ട് ഞാൻ കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ഷമീർ വളവത്ത, MS ഷുഹൈബ്, KR രജീഷ്, സനിലീസ, R ബഷീർ, MB അഷ്റഫ്, രാജേഷ്, ഷീജ സുധീർ, ജാസ്മിൻ റഫീഖ്, ഷാഹിനൈന, ഷിഹാബ് PH, ഹരികുമാർ, ജാസ്മിൻ കൊച്ചങ്ങാടി എന്നിവരും പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. ജനങ്ങൾ കയറി ഇറങ്ങി നടക്കുന്ന അല്ലെങ്കിൽ ചികിത്സാ സഹായത്തിന് വരുന്ന ഒരു ഹോസ്പിറ്റലാണ്. അപ്പോൾ അവിടെ ആ കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വരുന്ന പേഷ്യൻറ്റിനേക്കാളും കൂടുതൽ അവിടെയുള്ള നായ്ക്കളാണ്. അപ്പോൾ അവിടെ അഡ്മിറ്റ് ചെയ്തേക്കുന്ന ആൾക്കാരെ അവർ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് അവരുടെ മേത്ത് ചാടി വീഴുക, അല്ലെങ്കിൽ അവിടെ കിടക്കുന്ന ആൾക്കാരെ കാണാൻ വരുന്ന ആൾക്കാരുടെ നേരെ നായ്ക്കുട്ടികൾ ചാടുക, കടിക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ കടിക്കുന്നു. ഇതൊക്കെ പല പ്രാവശ്യം വരുന്ന കംപ്ലൈൻറ്റുകളാണ്. പക്ഷേ നമുക്ക് ഇവർ ഹെൽത്തുകാർ വന്നിട്ട് അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ ചെയ്ത് പോകുന്നുണ്ട്, തിരിച്ച് പെയിൻ്റ് അടിച്ചുകൊണ്ട് വിടുന്നുണ്ട്. പക്ഷേ ഒരു ഹോസ്പിറ്റൽ പോലെയുള്ള ഒരു സ്ഥലത്തേക്ക് തിരിച്ച് ഇവരെ കൊണ്ടുവിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയായ രീതിയല്ല. ഈ ഹോസ്പിറ്റലിലൊരു കോമ്പൗണ്ട് വാളില്ല. ആ കോമ്പൗണ്ട് വാൾ പുനർനിർമ്മിക്കാനും ഇവിടെ കിടക്കുന്ന ഈ പരിസരം നല്ല ശുചീകരണം നടത്തിയിട്ട് എല്ലാ നായ്ക്കളടക്കമുള്ള എല്ലാ ക്ഷുദ്രജീവികളെയും ഇതിനകത്ത് മലമ്പാമ്പ് ഉൾപ്പെടെയുള്ള ഉണ്ട്.
അപ്പോൾ അതുങ്ങളൊക്കെ ഇവിടുന്ന് മാറ്റിക്കൊണ്ട് ഈ പരിസരം നല്ല രീതിയിൽ ശുചീകരിച്ചുകൊണ്ട് നായ്ക്കുട്ടികളെ ഇതിനകത്ത് കടക്കാത്ത വിധം ഉള്ള ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരമാണ് ഈ ഹോസ്പിറ്റലിലെ ഇന്നത്തെ അവസ്ഥയിൽ ഏറ്റവും നമുക്ക് അത്യാവശ്യമായി. അടിയന്തരമായി തെരുവുനായ ശല്യം പരിഹരിക്കുന്നതിനും ആശുപത്രി കോമ്പൗണ്ട് ശുചീകരിച്ച് ക്ഷുദ്രജീവികളുടെ ശല്യം ഒഴിവാക്കുന്നതിനും നടപടി സ്വീകരിക്കണമെന്ന് കൗൺസിലർ കവിത ഹരികുമാർ ആവശ്യപ്പെട്ടു. BJP നേതാവ് ജൂഡ് ഗോഡ്വിൻ റോസനും സംഭവം പറഞ്ഞ് ആശുപത്രിയിലെത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, മട്ടാഞ്ചേരി.